നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മനഃശാസ്ത്രമായ സമീപനം അല്ലെങ്കിൽ അതിൻ്റെ നീതി പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ബോധം നശിക്കണം. അപ്പം ഞങ്ങൾ പറയുന്ന നീതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ എന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, ശക്തമായി എതിർക്കാം, ദേഹോദരം വരെ ചെയ്യാം. അതൊന്നും തെറ്റില്ല, എങ്കിലേ പാഠം പഠിക്കുള്ളൂ. ഞങ്ങളാണിപ്പോഴും ഇതൊക്കെ കേൾക്കും നിങ്ങൾ. അതിൻ്റെ യുക്തി പറയും. ഇവിടെ ഇന്ന് ഒരു മുസ്ലിം നാമധാരി കോൺഗ്രസിൻ്റെ ശിൽബന്ധിയാണത്. ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആസാമിൽ ബദറുദ്ദീൻ പാർട്ടി ഉണ്ടാക്കി, ആന്ധ്രാപ്രദേശിൽ ഒവൈസി ഉണ്ടാക്കി. അവർ കൊണ്ടാണ് BJP ജയിക്കുന്നത്, കോൺഗ്രസ് തോൽക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്ന ചെറിയ ചോദ്യം, ന്യായമായ ചോദ്യം, അവർ രജിസ്റ്റർ ചെയ്തൊരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, അവർക്ക് മത്സരിക്കണ്ടേ? അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സമുള്ളവരാണ് ഒരു ധാരണയിലെത്തേണ്ടത്, ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ പാർട്ടിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇത് BJPയേക്കാൾ വർഗീയമായ, ജാതീയമായ, പ്രാദേശികവാദം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ശിവസേന. BJPയേക്കാൾ വർഗീയം. BJPക്ക് ഒരിക്കലും പ്രാദേശികമില്ല, ദേശീയം മാത്രമേ ഉള്ളൂ. ഇത് പ്രാദേശികവാദം കൊണ്ട് തെക്ക് ഇന്ത്യക്കാർക്ക് ബോംബെയിൽ പരസ്യമായി തല്ലിക്കൊന്ന ഒരു സമയം ഉണ്ടായിരുന്നു ശിവസേനക്ക്. ഇന്നത്തെ ശിവസേനയല്ലെന്ന്, അന്ന് അതാണ് അടക്കി വാണിരുന്നൊരു ഗുണ്ട സെറ്റപ്പായിരുന്നു. ആ ശിവസേന മാനസാന്തരപ്പെട്ട് നിൽക്കില്ല ഒന്നുകൊണ്ടാണെങ്കിൽ പോലും കോൺഗ്രസ് ആയിട്ട് ധാരണ എത്താന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ചേർത്ത്. അതിലെന്താ തെറ്റ്? ഇതെല്ലാം മാനസാന്തരപ്പെട്ട് ഏറ്റവും വലിയ പരിഹാരം എന്താണ്? പശ്ചാത്താപമാണ്, പ്രായച്ചിത്തം. അങ്ങനെ പശ്ചാത്തലം കോൺഗ്രസ് ചേർത്തു. ഈ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ശിവസേനയായിട്ട് സഖ്യം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ശ്രീമാൻ VM സുധീരൻ പറഞ്ഞ ബുദ്ധിജീവി പറഞ്ഞറിയോ, അത് തെറ്റാണെന്നാണ്. ശരിയാണത്. അദ്ദേഹത്തെ ദൃഷ്ടിയിൽ ചിന്തിക്കുമ്പോൾ തെറ്റ് തന്നെയാണ്. ശിവസേന സഖ്യം പാടില്ല, അത്ര മോശം പാർട്ടിയായിരുന്നു. പക്ഷെ ഒരു മാറ്റം വേണ്ടേ? അവരെ മാറ്റം തയ്യാറായിപ്പോൾ ശിവസേന പോലും സഖ്യം ഉണ്ടാക്കിയ കോൺഗ്രസ് തയ്യാറായി. പക്ഷെ ഞാനിപ്പോൾ ഈ നെറികെട്ട് കോൺഗ്രസ് നേതാക്കളോട് ഞാൻ പറയുകയാണ്, എനിക്ക് അത്ര വിഷമമുണ്ട്. ചില കോൺഗ്രസും ഉണ്ട്. പക്ഷെ ആസാമിൽ ബദറുദ്ദീൻ മത്സരിച്ചുകൊണ്ടാണ് അവിടെ BJP ജയിക്കുന്നത്. ഞാൻ ഉവൈസിനെ ബദറുദ്ദീൻ ആളില്ല, കാരണം അവർ ജാതി പാർട്ടി പോലില്ല, മുസ്ലിം നയിക്കുന്ന പ്രസ്ഥാനം എന്നുള്ളൂ. ഒവൈസിയുടെ പാർട്ടി ജാതി പാർട്ടി ഒന്നുമില്ല. അത് ഇവിടെ ജാതി പാർട്ടി, മത പാർട്ടിയൊക്കെ ചേർന്നുണ്ടാക്കുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുണ്ട്. ഇപ്പം അത് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ്. ആ പാർട്ടിയുടെ കേരളത്തിൽ 60-70 വർഷമായി സഖ്യം എന്ന് കോൺഗ്രസ്. ആദ്യം കോൺഗ്രസ് സഖ്യത്തെ തകർത്ത് കളഞ്ഞു, തൊപ്പി ഊരി ചത്ത ഊരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ പോയിട്ട് എത്ര വർഷമായി? ഇതിൽ 67-70% ഒരു ഭരണത്തിലുണ്ടായി കേരളത്തിൽ. ഒരു കുഴപ്പം കാണാത്ത കോൺഗ്രസ് ഈ അന്തോണി ആസാമിൽ വന്നപ്പോഴേ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം, മനുഷ്യരെ, വിവരമുള്ളവരെ, വിവേകമുള്ളവരെ, ആസാമിലെ ഈ കാക്ക, ഈ ബദറുദ്ദീൻ കാക്ക 10-75 വയസ്സുണ്ട്, 10-3000 കോടി രൂപയുടെ സ്വത്തക്കൊള്ളാണ്, ഈ പെർഫ്യൂം വിൽപ്പയാണ്, ഭയങ്കര പണക്കാരാണ്. അതേ പാർട്ടി രൂപീകരിച്ചപ്പോൾ അവിടുത്തെ KPCC പ്രസിഡന്റ്, അവിടെ KPCC ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനൊക്കെ സംസാരിച്ചു, നമുക്ക് ധാരണ എത്തിപ്പോകാം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതറിയോ, 40% മുസ്ലിങ്ങൾ, 60% ഹിന്ദുക്കൾ. അപ്പോൾ 60% ഹിന്ദുക്കളായിട്ട് സഖ്യം ഉണ്ടാക്കാതെ നിങ്ങൾ 40% മുസ്ലിങ്ങളായിട്ട് സഖ്യം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ദൂഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ മഹാൻ സഖ്യം ഉണ്ടാക്കിയില്ല. അത് അയാൾ കുറ്റം പറഞ്ഞ അവിടെ ഒരു സഖ്യം അല്ലെങ്കിൽ ഇതുപോലെ മുന്നണി രാഷ്ട്രം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ സഖ്യം ഉണ്ടായ ഒരു കേരളം ഉണ്ടല്ലോ, ആ കേരളത്തിൽ പോയി അന്തോണി ഉണ്ടല്ലോ, അന്തോണിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ല. അന്തോണി 2ാം സ്ഥാനത്തിലെത്തും. സോണിയൊക്കെ തലയിൽ നിന്ന് വയ്ക്കില്ല 10 ആ സോണിയൊക്കെ അന്തോണിക്ക് പറയാൻ പാടില്ലേ, പ്രസിഡന്റ് കുഴപ്പമില്ല, ഞങ്ങൾ ഈ പാർട്ടിയുടെ സഖ്യം ഉണ്ടായിട്ട് വർഷങ്ങളായി. അങ്ങനെ സഖ്യം ഉണ്ടായിരുന്നു എങ്കിൽ ആസാം ഇന്ന് കോൺഗ്രസ് മുന്നണി ഭരിച്ചേനെ. അത് ചെയ്തില്ല. അവസരം 60% 2 ഗ്രൂപ്പായി, 40% വേറെ വെച്ച്. അപ്പോൾ എന്തു പറ്റി? BJP ഭരണത്തിൽ കയറി. പിന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ഇതിന് ആന്ധ്രാപ്രദേശിലും അല്ലെങ്കിൽ ബീഹാറിലൊക്കെ ഒവൈസിയുടെ പാർട്ടി ഉണ്ടാക്കി. എന്തുമായിട്ട് ഒവൈസി ദേശീയ പാർട്ടിയാണല്ലോ, വർഗീയവാദിയോ തീവ്രവാദിയോ ഒന്നും അല്ലല്ലോ. പറയുമ്പോൾ അല്പം സ്വല്പം
ന്യൂനപക്ഷ പ്രേതം പറയുമെങ്കിലും ഒരു തീവ്രവാദി വർഗീയവാദി രാജ്യദ്രോഹിയൊന്നുമില്ല. അവർക്ക് സഖ്യം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇനി നിങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിൽ എന്തുകൊണ്ട്, വൈ നോട്ട്? ശിവസേനയായിട്ട് സഖ്യം ഉണ്ടാക്കി കള്ളന്മാരെ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഉവൈസിയായിട്ടും ഉണ്ടാക്കാൻ പാടില്ല? അപ്പോൾ നിങ്ങളുടെ മനസ്സിരിപ്പ് ദുഷ്ടത്തിലാണ്. എന്നാൽ പോട്ടെ, ഇനി സഖ്യം ഉണ്ടാക്കേണ്ട കാക്കായായി പോയില്ലോ. നിങ്ങൾക്ക് ഒരു ധാരണ എത്താൻ പാടില്ലേ? ഞാൻ പണ്ട് പറഞ്ഞാൽ 4-5 സീറ്റ് അവരുടെ വലിപ്പം കൊടുക്കുക, ആ സീറ്റിൽ ഒന്ന് ശല്യം ചെയ്യരുത്, ഇങ്ങോട്ടും കയറരുത്, അവിടെ ലിമിറ്റ് ചെയ്യാൻ പാടില്ലേ? അതും ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് ഏകപക്ഷമായി സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ മത്സരിക്കാൻ പാടില്ലെന്നാണ്. എൻ്റെ ഒരു സുഹൃത്തൊരു വിക്ടർ ഉണ്ട്, നമ്മുടെ ഒരു എറണാകുളത്തുള്ള ആ വിക്ടർ പോലും പറഞ്ഞ ഈ പോയിന്റാണ്. അവർ കാരണമാണ് ഇവിടെ കോൺഗ്രസ് തോറ്റത്. എടോ വിക്ടർ, ഞാൻ ചോദിക്കുന്നത്, വിക്ടർ ബുദ്ധിജീവിയാണ്, കുഴപ്പമില്ല. അവർ രജിസ്റ്റേർഡ് പാർട്ടിയല്ലേ, അവർക്ക് മത്സരിക്കാൻ അവകാശമില്ലേ? അപ്പോൾ അവർ മത്സരിച്ചാൽ ശല്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവർക്ക് എന്താണ് 2-3 സീറ്റ് കൊടുത്ത് മാറ്റി നിർത്തുക, അതല്ലേ ശരിയല്ല? നിങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് വന്ന് എന്താണെന്നുള്ളത് അതെന്ത് നീതിയാണെന്ന് ചോദിക്കണേ. ശിവസേനയ്ക്ക് ആ നീതി കുഴപ്പമില്ല, ഒവൈസിയും പിന്നെ ബദറുദ്ദീൻ വരുമ്പോൾ ആ നീതിയല്ല. ഇതെന്ത് നീതിയാണ് വിക്ടറെ? ഞാൻ വിക്ടറോട് ചോദിക്കും, വിക്ടറുടെ സുഹൃത്ത് തന്നെ അനുജനം കൂടിയാണ്. നമുക്ക് നീതി വേണ്ടേ? അതുപോലെ ഞാൻ വിക്ടർ ഉൾപ്പെടെ ഈ ടീമിൽ കേൾക്കാൻ വേണ്ടി പറയണം. അത് ചില മുസ്ലിം കോൺഗ്രസ്സായിട്ട് ചോദിക്കുകയാണ്, 20% മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എന്നിട്ട് ഏതാണ്ട് 30 കോടിയാണ് വരുന്നത്. ഈ 30 കോടിയുള്ള മുസ്ലിങ്ങളുടെ ബ്ലോക്ക് സപ്പോർട്ട് 98% ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മുന്നണിക്ക് ഓർക്കല്ലേ? കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവരാരും BJP പോയില്ല, 1-2% പോയുള്ളൂ. അത് ചില പ്രത്യേക സാഹചര്യമുണ്ട്. പക്ഷെ എന്നിട്ട് ഇന്നലെ ഇതൊക്കെ കാണും, വാസ്തവന് ബോധമുള്ളതുകൊണ്ട്, ബുദ്ധി മറിഞ്ഞു പോയാൽ കുഴപ്പമില്ല, ഭ്രാന്താണെങ്കിൽ കുഴപ്പമില്ല, ബോധമുള്ളതുകൊണ്ട് നമുക്ക് സങ്കടമുണ്ട്. 20% ഈ വിഭാഗത്തിൽ ഈ രാഹുൽ പൊന്നു മോനെ, നിന്റെയൊക്കെ പത്രസമ്മേളനത്തിൽ ഒരു കാക്ക നിങ്ങൾക്ക് അപ്പുറത്തിരുത്താൻ പറ്റില്ല. ഇന്നലെ അപ്പുറത്തിപ്പുറത്ത് ഓരോരുത്തരുത്തി നീ തന്നെ ഞാൻ വിളിക്കുന്നതാണ്, തെമ്മാഴിത്തം കാണിക്കുന്നത്. എന്ത് ചെയ്തു നീ പത്രസമ്മേളനത്തിലെ ഇലക്ഷൻ കമ്മീഷനെതിരെ? 20% ഒരു ചാൻസും ഇല്ലേ? നിങ്ങളുടെ യോഗത്തിൽ എവിടേക്ക് ഒരു മുസ്ലിം ആദിത്യമ്പോൾ തല പോലും കാണുന്നുണ്ടോ? അടുത്തങ്ങൾ ഇരുത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, UP നിന്ന് ജയിച്ചു വന്ന ആ ദളിത് നേതാവ് നിങ്ങൾ പുറകിൽ നിന്ന് ദളിത് നേതാവ് വലിച്ചിരുത്തിക്കൊണ്ട് മടിയിലിരുത്തിയില്ലടോ രാഹുലെ. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഒരു മുസ്ലിം അടുത്ത് പോലും നിങ്ങൾ ഇരുത്തുന്നുണ്ടോ? ഒരു കൈ കൊടുത്തിട്ടുണ്ടോ ഒരു മുസ്ലിമിന് കുശലം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തൊട്ടടുത്ത് ഇരുത്തിയിട്ടുണ്ടോ? അവർ വളർത്തുന്നുണ്ടോ? കാരണം 20% വോട്ട് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് കിട്ടും, ബോണസായിട്ട് കിട്ടാണത്. ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ, തൊഴിലാളിക്ക് പണിയെടുത്തതിൻ്റെ വെറുതെ കിട്ടുന്നതാണ് ബോണസാണ്. കൂലി പണിയെടുത്തതിനാണ്, അതിന് എക്സ്ട്രാ കിട്ടുന്നത് വെറുതെ എന്നാണ് ഈ ബോണസ്. അങ്ങനെ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടാണ് 20% വോട്ട്. അവർ തൊടിയിക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി ഒരു ചെറിയ പരീക്ഷ നടത്തി കർണാടക കാലത്താണ്. ഈ അന്തോണി മുതൽ കത്തോലിക്ക കോൺഗ്രസ് വന്നതിന് ശേഷമാണ്, ഞാൻ തുറന്നു പറയും, ഈ കത്തോലിക്ക കോൺഗ്രസ് വന്നതിന് ശേഷമാണ് ഈ മുസ്ലിം സമുദായത്തിന് ഇത്ര അകൽച്ച വരുത്തിയത്. ഈ സോണിയ കോൺഗ്രസ് വന്നിട്ടുണ്ട്. 10, 12, 20 മുഖ്യ ഭാരവാഹികളുണ്ടെങ്കിൽ മന്ത്രി, അതിൽ ഒരെന്നാൾ പോലും നിങ്ങൾ കോൺഗ്രസ് ഒരു മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല. ആകെ കൊടുത്തൊരു ഒരു അഹമ്മദ്, ബോധമല്ലോ ഒന്നുമില്ല, പ്രായം നിൽക്കാനും വല്ല അവസാനം പാർലമെന്റിൽ തന്നെ കിടന്ന് അന്ത്യം കഴിഞ്ഞു. ഒരു മിടുക്കനായ സമർത്ഥനായ വിദ്യാഭ്യാസമുള്ള ഭാഷാ പ്രാവീണ്യമുള്ള, ഇതിപ്പോൾ ചെറുതെങ്കിലും പറയാം, കേരളത്തിൽ EMM എന്ന ബഷീറോ ഒരു പയ്യുണ്ട്, അത് വലിയ പണക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യനാണ്. അവന് ആത്മഹത്യ കൊണ്ട് സംസാരിക്കാൻ അറിയാം, വലിയ ആത്മഹത്യ. അവർ നിങ്ങൾ തൊടിയിക്കുന്നുണ്ടോ? തൊടിക്കില്ല. അവരൊക്കെ വളർന്ന ഒരു ഭാവിയുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു പാർട്ടിയിൽ ഒരു അഡ്വക്കേറ്റ് ആദിൽ ഞങ്ങളത് കൊണ്ടുവരുന്ന അവന് ഭാവിയുണ്ട്, മിടുക്കനാണ്, ഞങ്ങളെല്ലാം പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലമുറ വേണ്ടേ? നമ്മൾ ഇന്നലെ നാളെ പോകില്ലേ? അപ്പോൾ തലമുറക്ക് സപ്പോർട്ട് ചെയ്യേണ്ടേ, അല്ല വളർത്തിക്കൊണ്ട് വേണ്ടേ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ നിങ്ങൾ വെള്ളം കുടിക്കും. കാരണം ഇപ്പോൾ വലിയ വീടിനായാലും ചെറിയ വീടിനായാലും മറുനാടനാണെങ്കിലും കോന്തിയാണെങ്കിലും കീന്തിയാണെങ്കിലും നിങ്ങൾ വാര്യർക്ക്, പിന്നെ നമ്പൂരിക്ക്, നായർക്ക്, അച്ചായന് ഒക്കെ നിങ്ങൾ ഓരോ സീറ്റ് കൊടുക്കുന്നു പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുസ്ലിമിന് സീറ്റ് കൊടുക്കുന്നത് പറയുന്നുണ്ടോ? ഇതാരെങ്കിലും പറഞ്ഞു മതിന് എന്തെങ്കിലും പറഞ്ഞാൽ അത് വർഗീയമായി. SDPക്കാർ പറഞ്ഞാൽ വർഗീയമായി. ഇത് വർഗീയമല്ല, ദേശീയ താരിൽ നിന്നുകൊണ്ടാണ് മൊയ്തീൻ ഷാ പറഞ്ഞത്. അന്തസ്സായിട്ട് ആത്മാഭിമാനത്തോടെ 3-1 മുസ്ലിം കേരളത്തിലുണ്ട്. അത് 47 സീറ്റ് കൊടുക്കണം. 47 സീറ്റ് മുസ്ലിം സമുദായത്തിൽ. ലീഗിനെ കോൺഗ്രസ് നമ്മൾ പറയുന്നില്ല, മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം.
മത്സരിപ്പിക്കണം, ജയിപ്പിക്കണം, അവർക്ക് അതിനും കൊടുക്കും. നിങ്ങൾ എവിടെ കാണും ഇപ്പോൾ 47 സീറ്റ്? ഇനി പഴയതുപോലെ അവസാനം കൊടുന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുത്തിക്കയറ്റം നോക്കാനില്ല, അതൊന്നും നടക്കൂല. അതൊന്നും ആ വെള്ളം അങ്ങോട്ട് താഴെ വെച്ചാൽ മതി. നമുക്ക് കോൺഗ്രസ് വിരോധമൊന്നുമില്ല, കോൺഗ്രസ് നേതാക്കൾ നമ്മൾ നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്യാം. പക്ഷെ നീതി ലഭിക്കണം. ആ നീതി എന്താണ്? ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള നീതി. അതിൽ പഴയ അഭ്യാസം കാണിച്ച് അവർക്ക് മുക്കുമൂലം പൊട്ട് കൊടുത്തിട്ട് ഒതുക്കി നിർത്താം എന്നുള്ള ചിന്തയെങ്കിലോ അത് നടക്കില്ല. അത് മുസ്ലിം ലീഗ് പറയില്ല, കോൺഗ്രസ് മുസ്ലിം ലീഗ് പറയില്ല. പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, പിന്നെ അവർ സ്ഥാനം പോകും. ഞങ്ങൾക്കിത് പറയാം. എന്തുകൊണ്ട്? ഞങ്ങളുടെ നില ക്ലിയറാണ്. യാതൊരു പക്ഷപാതമോ പിന്നെ ഒന്നുമില്ല. സ്വതന്ത്രമാണ്, സുതാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ സങ്കടം തോന്നില്ല. 20% വരുന്ന ഒരു 20% ഈ ദളിതർ വേണമെങ്കിൽ 22%, ഇപ്പം 20% ഉണ്ട്. ബാക്കി ഏത് സമുദായയുടെ ഇന്ത്യയിൽ 20% നിങ്ങൾ എത്ര ശതമാനമുണ്ട്? 2% ഉള്ളൂ. ഇനി ബ്രാഹ്മിൻസ് എത്ര ശതമാനമുണ്ട്? ഈ നായകേഴ്സ് എത്ര ശതമാനം? ഓൾ ഇന്ത്യ ലെവലിൽ 0.03 ഉള്ളൂ. അത് 20% ഉണ്ട്. പിന്നെയുള്ള ഇതുണ്ട്, പിന്നെ 7-8% ഇതുണ്ട്, പിന്നെ യാദവർ. 20% ഇന്ത്യയിൽ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വിഭാഗമാണ് ഇന്ത്യയിൽ. അവർ ദേശീയ ജനതയാണ്. ഇന്ത്യയിൽ ദേശീയ ജനത 2 വിഭാഗങ്ങൾ. അത് ഒന്ന് ധീവരന്മാരും മുക്കന്മാരെന്ന് പറയും. എൻ്റെ നേതാവ് ബാലകൃഷ്ണ സ്വാമിയുടെ ആൾക്കാർ, അദ്ദേഹത്തിന് ആൾക്കാരാണ് ദേശീയ. പിന്നെ മുസ്ലിങ്ങളാണ് ദേശീയ ജനത. എല്ലാ സ്ഥലത്തും ഉണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ളൂ. ഏതെങ്കിലും പതിവുണ്ടോ? എന്നിട്ട് ഈ 2 സമുദായത്തിലും ധീവരസഭയുടെ അത് കേരളത്തിൽ പോലും അവഗണിക്കല്ലേ? അതിൽ കെ എം രാധാകൃഷ്ണനൊക്കെ BJP പോയത്. 5% ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കിട്ടും? 7 സീറ്റ് കിട്ടണ്ടേ? 7 സീറ്റ് കിട്ടുന്നെങ്കിൽ ഒരു സീറ്റ്, 2ാമത് സീറ്റ് കൊടുക്കണ്ടോ ഈ ധീവരസഭയ്ക്ക്? അതൊക്കെ എല്ലാം നിങ്ങൾ അടുക്കി വെച്ചിരിക്കണം. അതിനി നടക്കില്ല. അതിനുവേണ്ടി ആരും മഞ്ഞുകൊള്ളണ്ട, അതിനുവേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ട, അതൊന്നും ഇറക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ആനുപാതികം ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കണം. ഈ രാഹുലിനോട് പ്രിയങ്കൂടി ഞാൻ പറയും, നിങ്ങൾ വയനാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിക്കണല്ലോ കാക്കാമാരെ. തൊപ്പി വെച്ചിട്ട് തൊപ്പി വയ്ക്കാത്ത തലയിട്ടവരൊക്കെ. നിങ്ങൾ വടക്കേന്ത്യയിലും UP-യിലും ഡൽഹിയിലൊക്കെ നിങ്ങൾ ഒരു മുസ്ലിം സമുദായമായിട്ട് അടുത്ത് സംസാരിക്കുന്നത് എങ്ങും ബോഡി കാണുന്നുണ്ടല്ലോ. എത്രയോ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, എത്രയോ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ഒരാളെ നിങ്ങൾ അടുത്ത് എത്തിയാച്ചേ ഇത് പാർട്ടിയുടെ ഇന്ന ആളാണ്, ഇത് സ്വാൻസോ, മുസ്തഫ കമാൽ പാഷ, അല്ല സി അബ്ദുറഹ്മാൻ ബാബി തങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഒരു മുസ്ലിം പേര് ഉച്ചരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിം എന്ന് ഉച്ചരിക്കണ്ടോ എവിടെയെങ്കിലും? എന്നിട്ട് ഇന്ത്യ ഭരിക്കാൻ പോകുന്നു. തെമ്മാനത്തിനൊരു ലിമിറ്റില്ലേ? അതിനു വേണ്ടി വാദിക്കുക ചില കള്ളന്മായ മുസ്ലിം നേതാവെന്നല്ല മുസ്ലിം കോൺഗ്രസ് അനുഭാവികളും. ഇത് ഒരു മുസ്ലിം കോൺഗ്രസ് അനുഭാവി വലിയ ആവേശത്തോട് പറയുന്നതാണ്. കോൺഗ്രസിന് മറ്റെല്ലാവരും പോയാലും വേണ്ട, കോൺഗ്രസ് നിൽക്കും എവിടെയോ നിൽക്കുന്നത്. നിങ്ങൾ PC ജോർജൊക്കെ തെളിവ് വന്ന് കേട്ടത്, അതൊക്കെ പറയാൻ അർഹനാണത്. ഇതൊക്കെയുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് BJP 3% ഉള്ളൂ. ഞാൻ ഇത്ര വികാരപരമായിട്ട് പോകണമെന്ന് വെച്ചാൽ അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നില്ല. ആം ആദ്മി പാർട്ടിയും BJP തമ്മിൽ 3% വ്യത്യാസം വോട്ടിൽ. കോൺഗ്രസും BJP തമ്മിൽ ഏതാണ്ട് 30% വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ നാളെ ആകും. അത് എന്താ അർത്ഥമുള്ളേ? ആ മുന്നണി സമ്പ്രദായം നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ? ഇനി ഒരു മുന്നണി സമ്പ്രദായം. ഇനിയിപ്പോൾ ബീഹാർ നോക്ക്, അടുത്ത ആസാം വരുന്ന, പശ്ചിമ ബംഗാൾ വരുന്നുണ്ട്. BJP എല്ലാം പെറുക്കിയെടുക്കും. അത് അവരൊക്കെ യുക്തിപൂർവ്വം ചെയ്ത് അവർ ചെയ്യുന്ന വളരെ യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വമാണ്, കണ്ണിങ്ങാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവർ BJP പൂഴ്ത്തിപ്പെട്ട കാര്യമില്ല. ഞാൻ BJPയിൽ RSS ഇല്ല. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോഴേ അവർ പാർട്ടി ജയിപ്പിക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക് പോകുന്നു, ആത്മാർത്ഥയിൽ പ്രവർത്തിക്കുന്നു. ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജിന് ഒരു മെയിൻ ആളെ 12 അസിസ്റ്റന്റും വയ്ക്കുന്നു. അതിനകത്ത് യൂണിറ്റ് സജ്ജമാണെന്നാണ്. അവർ 5 രാഹുൽ ഗാന്ധിയിൽ ഞാൻ പറഞ്ഞ കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മണ്ഡലത്തിൽ എത്ര വോട്ട് പോരായുണ്ട് അവർ നോക്കണത്. കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് തോറ്റു, അത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് എത്ര, ഇനി എത്ര കിട്ടണം. ആ കിട്ടാനുള്ള വോട്ട് മാത്രം ചെക്ക് ചെയ്യും, ശ്രദ്ധിക്കും. ഇത് കല്ലും പതിരും മാറ്റി നെല്ല് ശ്രദ്ധിക്കും, സൂക്ഷി പോലെ. അങ്ങനെ ചെക്ക് ചെയ്ത് ഒരു 500 വോട്ട് പോരായകളിൽ ഒരു 600-700 കണ്ടുപിടിക്കും. അല്ലാതെ ലോകം മുഴുവൻ അടുക്കി വയ്ക്കില്ല, ആൾക്കൂട്ടുണ്ടാക്കല്ല.
അങ്ങനെ ജയിക്കും. ഓരോട് ജയിച്ചാലും പാലും ജയം തന്നെയാണ്. ഈ കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 1000 കോടിയുടെ രൂപയല്ല, 10,000 കോടിയുടെ അഴിമതിയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. എന്താണ് നടന്നിരിക്കുന്നത്? പകുതി വിലക്ക് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ മാഞ്ചിയം, തേക്ക്, ആട് തട്ടിപ്പോണത് അത് വ്യക്തികൾ നടത്തിയതാണ്. അതൊരു സംഘടിതമല്ല. ഇതൊരു സംഘടിതമായി കൊള്ളയായിരുന്നു. ഈ സംഘടിതമായി കൊള്ള നടത്തിയിട്ട് അന്വേഷണം നടക്കുന്ന കേസോടി ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ അന്വേഷണം അങ്ങനെ പോരെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ 10 സമ്മേളനം വരുന്ന അടുത്ത് തന്നെ നാളെയാണ് നിശ്ചയിച്ച് നാളെ ഇത് മാറ്റി മറ്റന്നാളാക്കി. കാരണം വെച്ചാൽ നാളെ ചില തടസ്സങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, 5 ലക്ഷം ചെറിയ പോയിന്റുകളാണ് കേരളത്തിലുള്ളത്. ആ 5 ലക്ഷം പോയിന്റിൽ 2 വെച്ചാൽ 10 ലക്ഷമായി. അങ്ങനെ 5 പ്രാവശ്യമാണ് വച്ചിരിക്കുന്നത് ഫ്ലെക്സുകൾ. ഒരു ഫ്ലെക്സ് മിനിമം 2000 രൂപ ഞങ്ങൾ ചെയ്യുന്നല്ലേ. അങ്ങനെ ഒരു 1000 കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം മുടക്കിയിരിക്കുന്നത്. 1000 കോടി രൂപ. 5 ലക്ഷം ഇൻറ്റു 2 10 ലക്ഷം ഇൻറ്റു 5 50 ലക്ഷം ഇൻറ്റു 2000 1000 കോടി രൂപ വെറുതെ ഒരു ഉപയോഗമില്ലാതെ. അതിൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെ കുറേ പേരെ ഫോട്ടോ വന്ന് അവർക്ക് കുറച്ച് വ്യക്തിഗത പ്രാധാന്യം കിട്ടുന്നല്ല, യാതൊരു കൂടും നാടിനുണ്ടായില്ല, സമൂഹത്തിനുണ്ടായില്ല. അപ്പോൾ 1000 കോടി രൂപയുടെ പബ്ലിഷ് ചെയ്തിൽ തന്നെ ബാക്കി എത്രായിരം കോടി പിരിച്ചിരിക്കണം. 10,000 കോടിയുടെ അഴിമതി ഓൾ കേരള ബേസിൽ മാത്രമല്ല, കേരളത്തിൽ വെളിയിലൂടെ ഇപ്പം ഞാൻ ഇന്ന് പത്രമൊക്കെ നോക്കി പൊടിച്ച എല്ലാ പത്രവും ഞാൻ നോക്കി. കേരളത്തിൽ വെളിയിൽ നടത്തിയ തെളിവുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, പ്രധാന രാഷ്ട്രീയ പോയിന്റ് ആരെങ്കിലും അക്ഷം മിണ്ടുന്നുണ്ടോ? മിണ്ടിയിട്ടുണ്ടോ? ചാനൽ ചർച്ചയുണ്ടോ? തൊട്ടേനും പിടിച്ച് ചർച്ച ചെയ്യുന്ന ഈ ചാനലുകാരിൽ എവിടെ പോയി? ഇപ്പം ഞമ്മല്ലേ കളമശ്ശേരിയിലെ ആ കേസിൽ വിദേശമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇതിന് വലിയ ചർച്ച ഉണ്ടോ ചാനലുകൾ? പക്ഷേ വേറൊരു ആളാണെങ്കിലോ ഏതെല്ലാം ചർച്ച NIA ഒക്കെ വരും, എന്തെല്ലാം വരും. ഒരു അപ്പൂപ്പൻ്റെ കാലം മുതൽ ചർച്ച ചെയ്യും. ദിവസങ്ങളോളം ചർച്ചയായിരിക്കും. ഇതൊക്കെ കാണുമ്പോഴേ, ഈ നീതിയുടെ അനീതി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിമാനമുള്ളൊരു രാജ്യസ്നേഹിക്കും അവന് വികാരം കൊള്ളും. രാജ്യസ്നേഹമില്ലാത്തതിനൊന്നും കുഴപ്പമില്ല, അവൻ എന്തെങ്കിലും ചെയ്യാം, അവനെങ്ങനെയും പണം ഉണ്ടാക്കി മതി. രാജ്യസ്നേഹിയായ മനുഷ്യത്വ വില കൽപ്പിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് വികാരം കൊള്ളും. അത് ആത്മാർത്ഥണ്ടായിട്ടാണ്, അല്ലാതെ അഭിനയമല്ല. അഭിനയമാണെങ്കിൽ എന്ത് എന്നാലും തോന്നി മുണ്ടായിരിക്കും എന്നിട്ട് അവൻ്റെ കാര്യം നടത്തി കാശുണ്ടാക്കി പോകും. അതല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം കോൺഗ്രസോട് പ്രത്യേകം പറയണം, നിങ്ങളുടെ ഈ ഉഡായിപ്പ് പണി കളഞ്ഞിട്ട് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 20% വരുന്ന ആ മുസ്ലിം സമുദായത്തിന് മാന്യമായി അംഗീകാരം കൊടുത്ത് അത് ഇവിടുത്തെ ഞങ്ങളുടെ ഘടകകക്ഷിപ്പെട്ടാണ്, അല്ലെ ഞങ്ങളുടെ പാർട്ടിയിൽ മെയിൻ ഘടക ആണ് എന്ന് പറഞ്ഞ് ലീഗിനല്ല പറയുന്നത്, മുസ്ലിം സമുദായത്തെ ലീഗ് മുന്നണിപ്പെട്ടത് കിട്ടെ നിന്ന് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാണ് സംഗതി. അല്ല നിങ്ങൾക്കിപ്പോൾ അപകടം എന്താ? അതിൽ കോടിക്കണക്കിന് രൂപയുടെ സംവിധാനം ഉണ്ട്, കിട്ടുകയും ചെയ്യും. പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഇവർക്ക് എന്താ ഭരിക്കുന്നത്? അതായത് പണ്ടൊക്കെ കോയമ്പത്തൂർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴല്ലോ, പഠിക്കാതെ ലൈസൻസ് എടുക്കാൻ കുറച്ച് കാശ് മതി, പഠിപ്പിച്ച് ലൈസൻസ് കാശ് കൂടുതലും. കാരണം അവന് അധ്വാനമുണ്ട്. പണ്ടുള്ള ഇപ്പോഴല്ല. അതുപോലെയാണ് നിങ്ങൾക്ക് എന്താ അത് പിന്നെ ഭരണം നിൽക്കാതെ കാശ് കിട്ടിക്കുക അതിൽ നല്ലത്. ഒരു സ്കൂളിലോ കാശ് എല്ലാ സമ്പത്ത് സൗകര്യമുണ്ട്. പിന്നെ ഭരണത്തിന് വില ദോഷം കേൾക്കണോ? എന്താണ് ഈ രാഷ്ട്രീയത്തിൽ ഒരു ടേം 2 ടേം കഴിയുമ്പോൾ ഭരണം വേണ്ടത്? പിന്നെ അവർക്ക് ഭരണം ഇല്ലാതെ ഉള്ളത് സമ്പാദിച്ച പണം മുഴുവൻ ചെലവഴിക്കണം സുഭിക്ഷമായിട്ട്. ഇത് ഭരണോത്പാദനം ചെയ്യാൻ പറ്റില്ലല്ലോ, അതിൽ ചോദ്യം ഉണ്ടാവുമല്ലോ. അതാണ് സംഗതി. ഒരു മാറ്റം വന്നേ തീരൂ ഇന്ത്യയിൽ. ജനാധിപത്യത്തിൽ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് തന്നെ ആ മാറ്റം വരണം. എന്താണ് പറയേണ്ടത്? കോൺഗ്രസിൻ്റെ ഈ ഉഡായിപ്പൊക്കെ മാറ്റി സത്യമായിട്ട് പറയും. ഇത് പകൽ കോൺഗ്രസും രാത്രി RS ആയിട്ട് നടക്കുന്ന ആ രീതി വേണ്ട. പണ്ട് അന്തോണി പറഞ്ഞാലും ആ രീതി വേണ്ട. അത് വേണ്ട. നിങ്ങൾ രാഹുലിനോട് പ്രത്യേകമായിട്ട്, രാഹുൽ നിങ്ങൾ രാജ്യം ഭരിക്കാൻ അൺഫിറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ പ്രവർത്തിച്ചിട്ടാണ്. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞത് 20% വരുന്ന ഞാൻ മുസ്ലിം സമുദായത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആ വാക്കുച്ചരിക്കുന്നുണ്ടോ? ഒരു നേതാവ് നിങ്ങൾ വഹിക്കുന്നുണ്ടോ? ഏത് പണ്ടെങ്കിലും BSP പോയിട്ട് അവിടെ തിരിച്ചു വന്ന ഒരു കാക്കാരുടെ പേരിൽ ഇപ്പോൾ കേൾക്കാം. അതൊന്നും കേൾക്കുന്നു, അപൂർവ സമയത്ത് കേൾക്കുന്നുള്ളൂ.
കേരളത്തിൽ നിങ്ങൾ ഈ സമുദായത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ട് നിങ്ങൾ ലീഗിൻ്റെ കപ്പാസിറ്റി പറഞ്ഞ് തങ്ങളുടെ പേരും പറഞ്ഞ് കോൺഗ്രസ് നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കൂല എന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. കാരണം അത് കോൺഗ്രസ് ലീഗ് വിരോധം കൊണ്ടല്ല, ലീഗിനെ കൊണ്ട് മാത്രം നടക്കൂല. ലീഗ് ആകെ ഓട്ടോമാറ്റിക് 3 ഭംഗിയാക്കി വേണ്ടി നമുക്ക് 3, അപ്പോഴും കിടക്കില്ല 3-2 ഭാഗം. അതൊക്കെ നിങ്ങൾ അന്ധമായ. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറയും, കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഡൽഹിയിൽ മത്സരിച്ച് ആകെ കിട്ടിയ വോട്ടിന് ശതമാനമോ 1% 100-2 ഭാഗം, 0.02 ആണ്. അപ്പോൾ 1% 10-2 ഭാഗം, 100-2 ഭാഗം. 1% 0.1 ആണെങ്കിൽ 10-1, 0.02 100. 100-ൽ 1% ആകെ പോൾ ചെയ്ത വോട്ടിന് 100-ൽ 1%. 100-ൽ 1% കിട്ടിയിരിക്കുന്നത് CPM-ന്. CPIക്ക് 0.2% ഉണ്ട്, 0.02. 100-ൽ 2 ഭാഗമുണ്ട്. ഇത് 1% 100-ൽ 2 ഭാഗമുണ്ട് CPIക്ക്. CPM-ന് 1% 100-ൽ 1 ഭാഗമുള്ളൂ. അപ്പോൾ അവർ വളർച്ച അറിയില്ല എവിടേക്കാന്നുള്ളത്. അവർ ലൈൻ ക്ലിയർ അല്ല. അത് തന്നെ ഇത് മനുഷ്യരെ പൊട്ടനാക്കാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേഡിയം യൂസിസ് ഫോറത്തിൻ്റെ ബസ്സിൽ കൂടിയാണ് അത് നടക്കുന്നത്. അവിടെ ഒരു അപകടം ഉണ്ടായി. ഞങ്ങൾ ആദ്യം ഇന്നും കൂടി പോയി ഒന്ന് അന്വേഷിച്ചു. അതെല്ലാം കേസൊക്കെ ഏതാണ് തോത്തുതീർപ്പായി, അത് പണി തുടങ്ങാണ്. ഞങ്ങൾ അവർക്കായിട്ട് സംസാരിച്ച് ആത്മഹത്യപ്പെടുത്തി പോകുന്നു. അതൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. പക്ഷേ കോൺഗ്രസ് അത് ചെയ്യുന്നില്ല. പ്രധാനമായിട്ട് മുസ്ലിം ലീഗ് ചെയ്യുന്നില്ല. മുസ്ലിം ലീഗ് ചെയ്യത്തില്ല എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു, ഈ അറബിക് സർവകലാശാല എന്തുകൊണ്ട് തുടങ്ങാൻ ശ്രമിച്ചാൽ അത് എതിർത്തു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ സുവ്യക്തമാണ്. അത് ഉത്തരം കുഞ്ഞാക്കായും പിന്നെ കൊടുത്തേ തീരൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ അവർ പറയുന്നതിൽ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നമ്മുടെ എല്ലാ ബഹുമാനങ്ങളോടും പറയാണ്, നിങ്ങൾ കുറച്ചുകൂടി ബി പ്രാക്ടിക്കൽ എന്ന് പറയും, അതിന് ഇംഗ്ലീഷ് പറയും ബി പ്രാക്ടിക്കൽ. കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണം, എങ്കിലേ രക്ഷയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതായത് ഒരു എഴുത്തുകാരി മോഡലുമായ ഒരു വിദേശ വനിത, അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം വേറെ 5 സ്റ്റാർ ഹോട്ടലാണ്, അത്താഴ ഭക്ഷണം വേറെ രാജ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. അത്ര മിനിങ്ങി പറന്ന് നടന്ന ആളാണ്. അവരുടെ മരണക്കുറിപ്പാണ് നിങ്ങൾ വായിച്ചു നോക്കണം. ആയിരക്കണക്കിന് ഡ്രസ്സ്, വിമാനം, മറ്റെല്ലാ സംവിധാനമുണ്ട്. എങ്കിലും അവർക്ക് കിടക്കാൻ ഒരു 2 പേർക്ക് മാത്രം കിടക്കാൻ ചെറിയ കാട്ടിൽ ഹോസ്പിറ്റലിൽ നോക്കുക. അവർ തരുന്ന ഒരു ഉടുപ്പ്, വേറെ ഒന്നും എടുക്കാൻ പാടില്ല. ഭക്ഷണം വെറും അവർ തരുന്ന സാധനം. അങ്ങനെ എല്ലാം കഴിച്ചവർ മരിച്ചവർ പറഞ്ഞ്, അപ്പോൾ എന്തുണ്ടായിട്ട് കാര്യമില്ല, അസുഖം വന്നാൽ പോയി തന്നെയാണ്. ഇത് തന്നെയല്ല, മറ്റേ ഡാൻസുകാരുണ്ടായിരുന്നല്ലോ, ആ ഡാൻസുകാരനല്ലോ 200 വർഷം ജീവിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. വായു വരെ ശുദ്ധീകരിച്ചാണ് ശ്വസിച്ചത്. ഡോക്ടറിന് 200 ഡോക്ടർമാർ തന്നെ ഉണ്ടായത്, എല്ലാം ചെയ്യും. പക്ഷെ അനുഭവിച്ചെത്തിയില്ല. മൈക്കിൾ ജാക്സണായി 50 വയസ്സിൽ പടവിലെ ഓപ്പറേഷൻ നടത്തി അവസരം വന്ന് 50 വയസ്സെത്തിച്ചില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാണ്, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, രാഷ്ട്രീയക്കാരെ, ഈ തട്ടിപ്പും വഞ്ചം നടത്തി ഉണ്ടാക്കുന്ന കോടികളും നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല. ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ അറിയില്ല. അവസാന നിമിഷം ആ മനുഷ്യന് മുഖം നോക്കി എത്ര നിരാശനായിരുന്നു, എങ്ങനെ മിന്നി നടന്ന ആളാണ്. ഇതൊക്കെ ക്ഷണികമാണ്. ഈ സൗന്ദര്യം, നമ്മുടെ ഈ ആരോഗ്യമൊക്കെ വളരെ ക്ഷണികമാണ്. എനിക്കൊരു മതമാണ്, ഞാൻ ഒഴിവാക്കിയാലോ അത്. അതുകൊണ്ട് ആദ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, നാം ഇവിടെ ആരുമല്ല എന്നുള്ള ഒരു ധാരണ വേണം. ഞാൻ എല്ലാവരും ഈ സാറേ എന്ന് വിളിക്കുമ്പോൾ ചില പറയും, നിങ്ങളൊന്നും എല്ലാവരും സാറേ വിളിക്കും. അതിനർത്ഥം വളരെ യുക്തിയുണ്ട്. എന്നേക്കാൾ താഴെ ആരുമില്ല, എന്നേക്കാൾ താഴെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും ബഹുമാനപൂർവ്വം സാറേ വിളിക്കുന്നത്, കളിയാക്കി വിളിക്കുന്നതല്ല. അല്ല മാണി സാറ് ചിലപ്പോൾ ആരും ഇല്ല, മാണി സാറ് മോൻ എന്താ ചെയ്യണമെന്ന് പറയും. അപ്പോൾ മാണി സാറിന് ഓട്ടം വിളിച്ചു. അങ്ങനെ സാറ് വിളിക്കാൻ വേണ്ടി അത് പറഞ്ഞ പ്രയോഗമാണ്, ബുദ്ധിയാണ്. ഞാൻ അങ്ങനെ വിളിക്കാൻ വേണ്ടിയില്ല, ഞാൻ എന്നെയല്ല സാറെന്ന് വിളിക്കുന്നത്, മറ്റുള്ളവരെയാണ്. അതുകൊണ്ട് ബഹുമാന്യരെ. കാരണം ദില്ലിയിലെ ഇലക്ഷനിൽ 70 സീറ്റിൽ 67 സീറ്റിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ലെന്ന്.
ആകെ 70 സീറ്റിലും മത്സരിച്ചാൽ 67 സീറ്റിലും കെട്ടിവെച്ച് കാശ് കിട്ടിയില്ല. ഇന്ത്യ മഹാരാജ്യത്തിന് എല്ലാമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സോണിയ കോൺഗ്രസ്, രാഹുൽജി കോൺഗ്രസ്, പ്രിയങ്ക കോൺഗ്രസ് എന്നിട്ട് മത്സരിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ വന്നു. അതോടെ തീർന്നല്ലേ? ഒന്നും ഈ കഴുത്തുകൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും നടന്നിട്ടും എന്താണ് അതിന് അപാകത എന്നുള്ളത് മനസ്സിലാകുന്നില്ല. യുപിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ജയിച്ചുകൊണ്ടില്ല, അതിന്റെ കരുക്കൾ നിൽക്കട്ടില്ലേ? ഡൽഹിയിൽ നിന്ന് ജയിക്കാൻ വേണ്ടി 2 സീറ്റ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ രാഹുലിന് ഉൾപ്പെടെ 3 സീറ്റ് കണ്ടുപിടിച്ചു. ആ 3 മണ്ഡലങ്ങളിലും ഒന്ന് സജ്ജമാകാൻ വേണം. ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, കരുണാകരൻ ഉണ്ടല്ലോ, കുഞ്ഞാക്കുണ്ടല്ലോ, മാണിസാറല്ലോ. അവരുടെ മണ്ഡലത്തിലേക്ക് അവർ എല്ലാം നോക്കണം. ആര് വന്നാലും ഇപ്പം മാളയുടെ മണ്ഡലത്തിൽ കരുണാകരൻ പറഞ്ഞത്, മാളയിൽ നിന്ന് ആര് വന്നാലും ജാതി മതം ഒന്നും നോക്കണ്ട, അവർക്ക് കാര്യം സാധിച്ചു കൊടുത്തോ. ആ മണ്ഡലം ക്ലിയറാണ്. അത് നമ്മുടെ അസൻ സാഹിബ് അങ്ങനെ ഉണ്ടായില്ല. ഒരു സ്ഥിരം മണ്ഡലം അങ്ങ് നോക്കിയില്ല. അതാണ് പുള്ളി ഇപ്പോൾ അമ്പില്ലാത്ത ചീത്താനെ പോലെ നടക്കുന്നത്. അപ്പം അതാണ് ആ 3 മണ്ഡലം. രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്കയ്ക്കും പിന്നെ സോണിയയ്ക്കും മത്സരിക്കാൻ വേണ്ടിയെങ്കിലും ഏതെങ്കിലും 3 മണ്ഡലത്തിൽ അത് തറമായിട്ട് അതിൻ്റെ ഒരു കുഞ്ഞും കൊട്ടുമറിയാൻ വേണമല്ലോ. ഇത് എന്നിട്ട് ഈ കോൺഗ്രസ് ഇവിടുത്തെ ഈ നേതാക്കൾക്ക് ഈ മുസ്ലിം ലീഗിന്റെ കാലിൻ്റെ അടിയിൽ വന്നുള്ള വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ അത് ഇതുവരെ മനസ്സിലായിട്ടുള്ള സങ്കടമുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ സംസാരം നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.